ജബൽപൂരിൽ നടന്നിരിക്കുന്ന ഒരു പെയിൻഫുൾ ആയിരിക്കുന്ന ഇൻസിഡന്റ് വന്നിട്ട് ഒരു അപകടത്തിൽ സംഭവിച്ചല്ല. അത് വന്നിട്ട് ഒരു സിസ്റ്റമാറ്റിക് മർഡർ ആണ്. ഞാൻ ഇവിടെ അത് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഈ ജേർണി തുടങ്ങുന്ന മുന്നേ IMD ആ റീജിയനിന് വന്നിട്ട് യെല്ലോ അലർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായി. 40-50 കിലോമീറ്റർ പെർ അവറിൽ വന്നിട്ട് സ്ട്രോങ് വിൻഡ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് മുന്നേ അലർട്ട് ചെയ്തിട്ടുണ്ടായി. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരം 40 കിലോമീറ്റർ പെർ ഹവറിനെക്കാട്ടിലും അധികമായി സ്ട്രോങ് വിൻഡ് വരുന്ന ചാൻസ് ഉണ്ടെങ്കിൽ ആ ദിവസം ഇരിക്കുന്ന എല്ലാ ജേർണി ക്യാൻസൽ ചെയ്യുന്നതാണ്. പക്ഷേ ഈ കേസിൽ വന്നിട്ട് അവിടുത്തെ മാനേജ്മെന്റ് ഇതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. എന്തിനാ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ വരുന്നിടത്ത് വെച്ച് കാണാം ഗോഡ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ അവിടെ വന്ന വിൻഡുടെ സ്പീഡ് 60 കിലോമീറ്റർ പെർ അവറിനെക്കാട്ടിലും സ്പീഡ് ആയിരുന്നു. ആ സമയത്തിൽ ക്രൂസിലിരിക്കുന്ന ആളുകൾ ക്രൂ മെമ്പേഴ്സോട് സേഫസ്റ്റ് പ്ലേസിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും അവർ വന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. क्रूज वाले अंकल को कि आप साइड में लगा लो, अभी मौसम ठीक नहीं है, बट वो मान नहीं रहे थे किसी की बात, वो बीच में ले गए एकदम. ഇനി NIWS പ്രകാരം ജേർണി മുഴുവനും ആൽ പാസഞ്ചേഴ്സ് വന്നിട്ട് മസ്റ്റായി ലൈഫ് ജാക്കറ്റ് ഇട്ടോണ്ടിരിക്കണം. എന്നാൽ ഇവിടെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിരിക്കുവാണ്. എപ്പോ ക്രൂസുടെ അകത്ത് വന്നിട്ട് വള്ള കയറുന്നതാണ് ആ സമയത്തിലാണ് അവർ വന്നിട്ട് ലൈഫ് ജാക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും ഈ പെയിൻഫുൾ ആയിരിക്കുന്ന വിഷയത്തിനെ കുറിച്ച് കേട്ട് കാണും. ഒരു അമ്മ ലാസ്റ്റ് മൂമെന്റ് വരെ തന്റെ കൊച്ചിനെ കയ്യിൽ കട്ടിപ്പിടിച്ചിരിക്കുവാണ്. എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ആ കുഞ്ഞിനെങ്കിലും രക്ഷപ്പെടുത്തണം എന്നായിരിക്കും. നിങ്ങളുടെ കയ്യിൽ പെട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക ആ സമയത്തിൽ വന്നിട്ട് അവർ കിടന്നു പോയിരിക്കുന്ന ആ പെയിനെ കുറിച്ച്. ഇത് മാത്രമല്ലാതെ 29 പേരിനാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആ ക്രൂസിൽ വന്നിട്ട് 40-45 പേരുണ്ടായി. ക്രൂസ് ഓവർലോഡഡ് ആയിരുന്നു. ഇനി സിമിലർ ആയിരിക്കുന്ന ഇൻസിഡന്റ് വന്നിട്ട് റീസെന്റ് ഡേയ്സിൽ ഒരുപാട് നടന്നിരിക്കുവാണ്. റീസൺ വന്നിട്ട് സേഫ്റ്റി ചെക്ക് ഫോളോ ചെയ്യാത്തോണ്ടാണ്. ഇതിനൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം വന്നിട്ട് നിങ്ങൾ പറയും ഇത് വന്നിട്ട് ഒരു സിസ്റ്റമാറ്റിക് മർഡർ തന്നെയല്ലേ.